മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ഏപ്രിൽ 18 ശനി. എല്ലാ രീതിയിലും തിരിച്ചടി നേരിട്ടതോടെ ട്രംപിന് സമവായ ചർച്ചയ്ക്ക് വഴങ്ങേണ്ടി വന്നു. സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്ന് തീർത്ത് പറയാറായിട്ടില്ലെങ്കിലും ആ വഴിയിൽ നടക്കുന്ന നീക്കങ്ങളെ ലോകജനത പ്രതീക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. പശ്ചിമേഷ്യയിൽ വെടിവെച്ച് നിലയ്ക്കുമ്പോൾ യുഎസും ഇസ്രായേലും അടങ്ങുന്ന സഖ്യസേന ഇറാനിലും ലബനാനിലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം വലിയ അളവിൽ കെട്ടടങ്ങിയിരിക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്ന് തീർത്ത് പറയാറായിട്ടില്ലെങ്കിലും ആ വഴിയിൽ നടക്കുന്ന നീക്കങ്ങളിൽ ലോകജനത ഏറെ പ്രതീക്ഷയോടെ തന്നെ ഉറ്റുനോക്കുന്നു. 2026 ഫെബ്രുവരി 27 US ഇറാൻ ജനീവ ആണവ ചർച്ചയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ച് പ്രസ്താവന പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് തൊട്ടടുത്ത ദിവസം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിൽ ഇറാനു നേരെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈന്യം വ്യോമാക്രമണം ആരംഭിച്ചത്. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെയി ഉൾപ്പെടെയുള്ളവരെ വകവരുത്തിയ സഖ്യസേന ആദ്യ ദിവസം തന്നെ ഇറാന് കനത്ത പ്രഹരമേൽപ്പിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക നിലയങ്ങൾ ലക്ഷ്യമിട്ട് തൊട്ടടുത്ത മണിക്കൂറുകൾ മുതൽ ഇറാൻ പ്രത്യാക്രമണവും ആരംഭിച്ചതോടെ പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക് വഴിമാറി. ഖാംനെയിയെ വധിച്ചതിൽ പ്രതിഷേധിച്ച് ലബനാനിലെ ഹിസ്ബുള്ള എന്ന പോരാളി സംഘടന ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതോടെ യുദ്ധത്തിന് പുതിയ മാനങ്ങൾ കൈവന്നു. ഹിസ്ബുള്ള ആക്രമണം മറയാക്കി ഇസ്രായേൽ സേന അഥവാ IDF മാർച്ച് 2 മുതൽ ലബനാനിൽ വ്യോമാക്രമണവും ദിവസങ്ങൾക്ക് ശേഷം കരയാക്രമണവും ആരംഭിച്ചതോടെ വൻകരയുടെ പടിഞ്ഞാറൻ മേഖല സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങി. സഖ്യരാഷ്ട്രങ്ങളെ പ്രതിരോധത്തിലാക്കാൻ ഹുർമുസ് കടലിടുക്കിൽ ഇറാൻ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി ആഗോള എണ്ണ വിപണിയെ നിശ്ചലമാക്കുക കൂടി ചെയ്തതോടെ അക്ഷരാർത്ഥത്തിൽ അതൊരു ലോകയുദ്ധമായി പരിണമിച്ചു. ഹുർമുസ് പിടിച്ചടക്കാനുള്ള US നീക്കം പരാജയപ്പെടുകയും എണ്ണ വിപണിയിലെ പ്രതിസന്ധി തുടരുകയും ചെയ്തതോടെ നയതന്ത്രത്തിനും സമവായത്തിനും വഴങ്ങേണ്ടി വന്ന ട്രംപും കൂട്ടരും ഒടുവിൽ 39ാം നാൾ ഇറാനിൽ 2 ആഴ്ചത്തെ വെടിനിർത്തലിന് സമ്മതിച്ചു. തുടർന്ന് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ചയ്ക്കുമെത്തി. കഴിഞ്ഞയാഴ്ച ഇസ്ലാമാബാദിൽ നടന്ന പ്രസ്തുത ചർച്ചയിൽ ധാരണയൊന്നുമായില്ലെങ്കിലും ഒരിക്കൽ കൂടി സംഭാഷണമാകാമെന്ന് ഇരു രാജ്യങ്ങളും സമ്മതിക്കുകയും വെടിനിർത്തൽ നീട്ടാൻ ധാരണയാവുകയും ചെയ്തു. ഇറാനിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിൽ പിന്നെ ഗൾഫ് രാജ്യങ്ങളിലും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവിടെ ജനജീവിതം സാധാരണ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമാധാനം എത്രനാൾ എന്ന ചോദ്യം ഒരു ഭാഗത്ത് അവശേഷിക്കുന്നുണ്ടെങ്കിലും സഖ്യരാഷ്ട്രങ്ങൾ ഇനിയൊരു കൈവിട്ട കളിക്ക് മുതിരില്ല എന്നാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ ലോക രാഷ്ട്രീയ ചലനങ്ങൾ നിരീക്ഷിച്ചാൽ വ്യക്തമാവുക. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നുവെന്നും അതിനാൽ ആ രാജ്യത്തെ ഭരണകൂടത്തെ തന്നെ മറിച്ചിട്ട് ലോകത്തെ രക്ഷിക്കുകയായിരുന്നു ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ഇറാൻ പടപ്പുറപ്പാടിന്റെ ന്യായം. 5 ആഴ്ചത്തെ യുദ്ധത്തിന് ശേഷം ഈ ലക്ഷ്യം കൈവരിക്കാനായില്ലെന്ന് മാത്രമല്ല, വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി കാലങ്ങളായി ഇറാൻ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ വരെ US അംഗീകരിക്കേണ്ടതായും വന്നു. ഹുർമുസിൽ നിയന്ത്രണം സ്ഥാപിച്ച് ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുമെന്ന് യുദ്ധം തുടങ്ങിയ ശേഷം ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാൻ ഹുർമുസ് സമ്പൂർണ്ണമായി അടച്ച് ആഗോള എണ്ണക്കടത്തിന് തടയിട്ടത്. ഒപ്പം ഗൾഫ് രാജ്യങ്ങളിലെ US എണ്ണ നിലയങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടുവെന്ന് മനസ്സിലായതോടെ യുദ്ധത്തിൽ US നിലയുറപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ച രാജ്യങ്ങളൊക്കെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിനോട് ആവശ്യപ്പെടുകയോ നിഷ്പക്ഷത പാലിക്കുകയോ ചെയ്തു. ഇത് യൂറോപ്പുമായുള്ള അമേരിക്കയുടെ ബന്ധം വഷളാക്കി. ഇറാനെ ആക്രമിക്കാൻ US ഇസ്രായേലിനും തങ്ങളുടെ സൈനിക നിലയങ്ങൾ വിട്ടുനൽകില്ല എന്ന് വ്യക്തമാക്കിയ ബ്രിട്ടൻ ഇപ്പോൾ ഫ്രാൻസുമായി ചേർന്ന് ഹുർമുസിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കാനായി പുതിയൊരു സഖ്യത്തിന് രൂപം നൽകിയിരിക്കുകയാണ്. ഹുർമുസ് വിഷയത്തിൽ ഇറാന് അനുകൂലമായി UN രക്ഷാസമിതിയിൽ ചൈനയും റഷ്യയും നിലപാട് സ്വീകരിച്ചതും അമേരിക്കയുടെ അപ്രമാദിത്വത്തിന് കളങ്കമേൽപ്പിച്ചു. യുദ്ധം ആഗോള വിപണിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയതോടെ സ്വന്തം ജനതയും ട്രംപിനെതിരെ തിരിഞ്ഞു. ഇങ്ങനെ എല്ലാ രീതിയിലും തിരിച്ചടി നേരിട്ടതോടെ ട്രംപിന് സമവായ ചർച്ചയ്ക്ക് വഴങ്ങേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയമായി ട്രംപിനും നെതന്യാഹുവിനും ഈ യുദ്ധം വലിയ പ്രഹരമേൽപ്പിച്ചു. അതോടൊപ്പം ഇറാനും ലബനാനും സംഭവിച്ച നഷ്ടങ്ങൾ കാണാതിരിക്കാനാവില്ല. ഇരു രാജ്യങ്ങളിലുമായി 6000-ത്തിലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. ലക്ഷത്തോളം കെട്ടിടങ്ങൾ നിലം പതിച്ചു. ലബനാനിൽ മാത്രം 1.5 ദശലക്ഷം പേർ ആഭ്യന്തര പലായനത്തിന് നിർബന്ധിതരായി. കാലങ്ങളായി വൻ ശക്തി രാഷ്ട്രങ്ങളുടെ നിരീക്ഷണത്തിലും ഉപരോധത്തിലും കഴിയുന്ന രാജ്യമാണ് ഇറാൻ. ഉപരോധത്തിന്റെ ആഘാതത്തിനിടയിലും അവർ സ്വന്തമാക്കിയ ഊർജ്ജ നിലയങ്ങളും മറ്റുമെല്ലാം സഖ്യസേന തകർത്തു. ഒരു തിരിച്ചുവരവ് അസാധ്യമൊന്നുമല്ലെങ്കിലും അതത്ര എളുപ്പമല്ല. എങ്കിലും രാജ്യത്തിന്റെ പരമാധികാരം ആർക്കും പണയം വെക്കില്ല എന്ന പ്രഖ്യാപിത നിലപാടിൽ നിന്ന് അവർ ഒരു ഇഞ്ച് പോലും പിന്നോക്കം പോയില്ല എന്നതാണ് ആ രാജ്യത്തിന്റെ ശക്തിയും അവർ ലോകത്തിന് നൽകിയ പാഠവും. മാധ്യമം പോഡ്കാസ്റ്റ്.